ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡിസൈൻ ചെയ്തൊരു കോളേജ് അസറ്റ് ഡാമേജ് സിസ്റ്റത്തിന്റെ ഡാറ്റാബേസ് ബ്ലൂ പ്രിന്റാണ്. നമുക്കിതിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും ഒന്ന് വിശദമായി കടന്നുപോകാം. അപ്പോൾ നമ്മൾ കോഡിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഏതൊരു ആപ്ലിക്കേഷനും ശരിക്കും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെയൊക്കെ പിന്നിലെ ശക്തി എന്താണ്? അതെ, അതുതന്നെ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ശരിക്കുള്ള അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റാബേസാണ്. എത്ര നല്ല കോഡ് എഴുതിയാലും ഡേറ്റാബേസിൻ്റെ ഡിസൈൻ പാളിയാൽ മൊത്തം സിസ്റ്റം തന്നെ താഴെ പോകും. അതുകൊണ്ട് ഇതൊരു നിർണായക ഘടകമാണ്. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ടേബിളുകൾ മുതൽ ഞങ്ങളെടുത്ത ചില പ്രധാന ഡിസൈൻ തീരുമാനങ്ങൾ വരെ വിശദമായി ഒന്ന് നോക്കാം. ഓക്കേ, നമുക്ക് തുടങ്ങാം. ഏതൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോഴും ആദ്യം വേണ്ടത് എന്താ? അതിലെ പ്രധാനപ്പെട്ട ആളുകളും സാധനങ്ങളും ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ വേണ്ടത് ഒരു യൂസേഴ്സ് ടേബിളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ആർക്കൊക്കെ കയറാം, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ടേബിളാണ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോളമാണ് ഈ റോൾ എന്നത്. റോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്? അവിടെയാണ് ഈലം എന്നൊരു ഡേറ്റ ടൈപ്പ് വരുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു കോളത്തിൽ ഏതൊക്കെ വാക്കുകൾ വരാം എന്ന് നമുക്ക് മുൻകൂട്ടി അങ്ങ് തീരുമാനിക്കാം. അതുകൊണ്ട് സ്റ്റുഡന്റ്, ഫാക്കൽറ്റി, അഡ്മിൻ എന്നതല്ലാതെ വേറൊരു വാക്ക് ആർക്കും അറിയാതെയോ അറിഞ്ഞോ ആ കോളത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഡേറ്റ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ കൃത്യമായി റോളുകൾ ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും സിസ്റ്റത്തില് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറയാം. ഒരു സ്റ്റുഡന്റിന് കേടുപാടുകളെ റിപ്പോർട്ട് ചെയ്യാം, അത്രയുള്ളൂ. പക്ഷെ ഒരു ടീച്ചർക്ക് അവർക്ക് അസൈൻ ചെയ്ത റൂമുകളിലെ റിപ്പോർട്ടുകൾ മാനേജ് ചെയ്യാം. അഡ്മിൻ ആണെങ്കിലോ സിസ്റ്റത്തിന് ഫുൾ കൺട്രോളും ഉണ്ടാകും. ഈ വിവരങ്ങളുടെ ലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് പരസ്പരം കണക്ട് ആവുന്നത്? അവിടെയാണ് ഫോറിൻ കീയുടെ റോള് വരുന്നത്. ഇതിനെ നമുക്ക് ഒരു പാലം പോലെ കാണാം. ഒരു ടേബിളിലെ ഒരു സാധനത്തെ വേറൊരു ടേബിളിലെ ഒരു സാധനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഈ ഒരൊറ്റ ഐഡിയ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാകും. ഒരു കസേര പൊട്ടി എന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആ കസേര ഏതാണെന്ന് സിസ്റ്റത്തിന് മനസ്സിലാവണോ അല്ലേ? അപ്പോ എന്താണ് ഒരു അസറ്റ്? സിസ്റ്റത്തിന്റെ കണ്ണിൽ ഒരു കസേര അല്ലെങ്കിൽ ഒരു ഡെസ്ക്, ഒരു പ്രൊജക്ടർ, ഇതൊക്കെ എന്താണ്? ഇതാണ് നമ്മളെ കഥയിലെ മെയിൻ ആള്, അസറ്റ്സ് എന്ന പേരുള്ള ടേബിൾ. കോളേജിലെ സൂചി മുതൽ പ്രൊജക്ടർ വരെയുള്ള ഓരോ സാധനത്തിനും ഇവിടെ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ട്. ഓരോന്നിനും ഒരു പ്രത്യേക കോഡ്, ഒരു പേര്, ഒരു സ്റ്റാറ്റസ് ഒക്കെയുണ്ട്. പക്ഷേ ഇവിടെ ഈ റൂം ഐ ഡി എന്നൊരു കോളം കണ്ടോ? എന്തുകൊണ്ടാണ് റൂമിന്റെ പേര്, അതായത് ക്ലാസ് റൂം 101 എന്നെഴുതാതെ വെറും ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് ഡേറ്റയെ ഭയങ്കരമായി ചിട്ടപ്പെടുത്താനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും വേണ്ടിയാണ്. ഇതിനെപ്പറ്റി നമുക്ക് വഴിയെ കൂടുതൽ സംസാരിക്കാം. ഇപ്പൊ ഇത് നോക്കിയേ, ഡാറ്റ ശരിക്കും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഈ CHAR101 എന്ന കോഡ് കണ്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ സിമ്പിളാണ്. ക്ലാസ് റൂം 101-ലെ 1ാമത്തെ കസേര കൃത്യം. അതുപോലെ അതിന്റെ സ്റ്റാറ്റസ് ഗുഡ് ആണെന്നും കാണാം. അതായത് ഒരു കുഴപ്പവുമില്ല. ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഈ സ്റ്റാറ്റസ് കോളം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പോലെയാണ്. ഒന്നുകിൽ ഗുഡ് അല്ലെങ്കിൽ നീഡ്സ് റിപ്പയർ, ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഇഷ്ടം പോലെ ബ്രോക്കൺന്നോ ഡാമേജ്ഡെന്നോ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. സിസ്റ്റം സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അസറ്റ് എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഒരു അസറ്റ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ലല്ലോ. ഈ കസേര ഏത് റൂമിലാണ്? ഇത് ഏത് തരം ഫർണിച്ചറാണ്? ഏത് കടയിൽ നിന്നാണ് വാങ്ങിയത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണ്ടേ? ഇപ്പൊ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ. അസറ്റ്സ് എന്ന് പറയുന്ന ടേബിളില് റൂം ഐ ഡി എന്നൊരു കോളം കണ്ടോ? അതൊരു ഫോറിൻ കീ ആണ്. അത് നേരെ പോയി ലിങ്ക് ചെയ്യുന്നത് റൂംസ് ടേബിളിലെ ഒരു പ്രത്യേക റൂമിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ റൂം ഐ ഡി മാത്രം നോക്കിയാൽ മതി ഒരു പ്രൊജക്ടർ ഏത് മുറിയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കണ്ടോ? അപ്പോ ആ 2 സാധനങ്ങളും ആ മുറിയിലാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അടുത്തത് വരുന്ന ജോലികളെ തരംതിരിക്കേണ്ടേ? ഇലക്ട്രിക്കൽ പണിയാണോ അതോ മരപ്പണിയാണോ എന്നൊക്കെ അറിയണം. അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാറ്റഗറീസ് ടേബിളാണ്, അത്രയേ ഉള്ളൂ. പിന്നെ കോളേജിലെ ഓരോ സാധനവും, അതായത് ഓരോ അസറ്റും എവിടെ നിന്നാണ് വാങ്ങിയതെന്നറിയാൻ ഒരു ഡീലേഴ്സ് ടേബിൾ. അപ്പോൾ ഒരു സാധനം കേടായാൽ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി റിപ്പയർ ചെയ്യാൻ ആള് വേണ്ടേ? അതിനാണ് വർക്കേഴ്സ് ടേബിൾ.
ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ വർക്കറെയും അവരുടെ സ്കില്ലുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. കണ്ടോ, ആ കാറ്റഗറി ID വെച്ച്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പ്രശ്നം വന്നാൽ ഒരു കാർപ്പൻറ്ററെ വിളിച്ച് സമയം കളയേണ്ടി വരില്ല. പക്ഷേ ഇതിലൊരു രസകരമായ സംഭവം ഈ നോട്ടിഫിക്കേഷൻ സ്റ്റേബിൾ ആണ്. ഒരു റിപ്പോർട്ടിന്റെ സ്റ്റേറ്റസ് എപ്പോ മാറിയാലും ഒരു വർക്കറെ അസൈൻ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്ത ആൾക്കും ആ വർക്കർക്കും ഒരു നോട്ടിഫിക്കേഷൻ പോകും. എല്ലാവരും ഒരേ പേജിലായിരിക്കും. എന്റെ പരാതി എന്തായി എന്ന് ചോദിച്ച് നടക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ആളുകളായി, വസ്തുക്കളായി, സ്ഥലങ്ങളുമായി ഇനി സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ ആക്ഷനും നമ്മൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് സിസ്റ്റത്തിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം. ഡാമേജ് റിപ്പോർട്ട് സ്റ്റേബിൾ. ഒരു സ്റ്റുഡന്റ് ഒരു കസേര ഒടിഞ്ഞെന്ന് റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ട് നേരെ വന്ന് വീഴുന്നത് ഇവിടെയാണ്. എന്തുപറ്റി, ആര് റിപ്പോർട്ട് ചെയ്തു, ആരെയാണ് ഈ ജോലി ഏൽപ്പിച്ചത്, എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. ഒരു റിപ്പോർട്ട് വന്നാൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ക്രിട്ടിക്കലാണോ അതോ ലോ ആണോ, പിന്നെ ആ ജോലി എവിടെ വരെയായി, തീർന്നോ ഇല്ലയോ, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനാണ് ഞങ്ങൾ 2 ENUMകൾ ഉപയോഗിക്കുന്നത്. ഇത് വർക്ക് ഫ്ലോ വളരെ സ്മൂത്താക്കാൻ സഹായിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കാം. ഈ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വന്നൊരു ചാലഞ്ചും അതെങ്ങനെയാണ് ഒരു ഡിസൈൻ ഡിസിഷനിലൂടെ പരിഹരിച്ചതെന്നും കാണിച്ചു തരാം. ഇത് കുറച്ച് ടെക്നിക്കലാണ്, പക്ഷേ ഒരു ഡേറ്റാബേസ് എങ്ങനെ ചിന്തിക്കണം എന്നതിന് നല്ലൊരു ഉദാഹരണമാണ്. നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തിനാ ഈ എക്സാം റൂംസിന് വേണ്ടിയിട്ട് വേറൊരു ടേബിൾ? സാധാരണ റൂംസ് ടേബിളിൽ തന്നെ ഈസ് എക്സാം റൂം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്താൽ പോരായിരുന്നോ? ഒറ്റ നോട്ടത്തിൽ ഇതൊരു അനാവശ്യ പണിയായി തോന്നാം, അല്ലേ? അപ്പോ നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഓപ്ഷൻ എ, നിലവിലുള്ള റൂംസ് ടേബിളിൽ ഒരു പുതിയ കോളം ചേർക്കുന്നു. ഓപ്ഷൻ ബി, പരീക്ഷാ റൂമുകൾക്ക് വേണ്ടി മാത്രം ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കുന്നു. ഇവിടുത്തെ ഡെവലപ്പർമാർ രണ്ടാമത്തെ വഴി, അതായത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന വഴിയാണ് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടായിരിക്കും അത്? ഡാറ്റാബേസ് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ലളിതമായി പറഞ്ഞാൽ ഡാറ്റയെ ഏറ്റവും എഫിഷ്യന്റായി ആവർത്തനങ്ങളില്ലാതെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോ എന്താണ് ഇതുകൊണ്ടുള്ള ശരിക്കുള്ള ഗുണം? ഒന്നാമത്തേത് സ്പീഡ്, അതായത് പെർഫോമൻസ്. പരീക്ഷയ്ക്ക് പറ്റിയ ഒരു 20 റൂം കണ്ടുപിടിക്കാൻ കോളേജിലെ ആയിരക്കണക്കിന് റൂമുകളുള്ള ആ വലിയ ടേബിൾ മുഴുവൻ തപ്പേണ്ട കാര്യമില്ല. പകരം ആ ചെറിയ എക്സാം റൂംസ് ടേബിളിൽ മാത്രം നോക്കിയാൽ മതി. പണി പെട്ടെന്ന് കഴിയും. രണ്ടാമത്തേത് ക്ലാരിറ്റി, അതായത് റൂമുകളെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളും പരീക്ഷാ റൂമുകളെക്കുറിച്ചുള്ള പ്രത്യേക കാര്യങ്ങളും 2 വേറെ വേറെ സ്ഥലത്തായി. അതുകൊണ്ട് കോഡ് വായിക്കാനും പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാറായി. ഇതുവരെ നമ്മൾ കഷ്ണങ്ങളായി കണ്ട ഈ ടേബിളുകളൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് ഒരു കംപ്ലീറ്റ് സിസ്റ്റമായി മാറുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. അടിസ്ഥാനപരമായി ഇതാണ് സംഭവിക്കുന്നത്. ഒരു റിപ്പോർട്ട് വരുന്നു, അത് ഒരു അസറ്റുമായി ബന്ധിപ്പിക്കുന്നു. ആ അസറ്റ് ഒരു റൂമുമായി ബന്ധിപ്പിക്കുന്നു. ഇതൊരു ചങ്ങല പോലെയാണ്. ഈ ബന്ധങ്ങളുടെ ശൃംഖലയാണ് ഈ സിസ്റ്റത്തിന്റെ നട്ടെല്ലെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഈ സിസ്റ്റത്തിന്റെ ഡിസൈന് പിന്നിലുള്ള ഫിലോസഫി എന്താണെന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. 1, നിങ്ങളുടെ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിയുക. 2, അവ തമ്മിലുള്ള ബന്ധങ്ങൾ പ്രൈമറി ഫോറിൻ കീ വെച്ച് കൃത്യമായി സ്ഥാപിക്കുക. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, എക്സാം റൂമിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ പ്രത്യേക ആവശ്യങ്ങൾ വരുന്നവയെ വേർതിരിച്ച് ഒരു പ്രത്യേക ടേബിളാക്കി മാറ്റുക. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസും ഭാവിയും സുരക്ഷിതമാക്കും.